ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മുതിര വെച്ചിട്ട് ഞാനൊരു ചെറിയ കൂട്ടുപോലെ ഒരു കറി ആക്കിയതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ആദ്യം മുതിര ഞാൻ തലേന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ പച്ചവാഴയ്ക്ക ഉണ്ടല്ലോ, അത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ടാണ് ഇട്ടത്. അന്നേരം അതിൻ്റെ ആ കറയൊക്കെ ഒന്ന് പോയി കിട്ടും. എന്നിട്ട് ഇത് രണ്ടും കൂടെ കുക്കറിലിട്ടിട്ട് അതിൻ്റെ അകത്ത് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ജീരകമാണ് ഞാൻ ജീരകവും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഇതൊന്ന് വേവിക്കാൻ വെക്കുക. ഇതൊന്ന് നന്നായിട്ട് വെന്ത ശേഷം വേണം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് തേങ്ങയുടെ ഒക്കെ കൂട്ടിയിട്ട് ഒന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഒരു 2-3 വിസിൽ കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടി കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ കഴിക്കാൻ അന്ന് ഞാൻ ഒരു ഫിഷ് ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ചുമ്മാ ഒന്ന് ഇടാമെന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. അതിന് ചെയ്തത് ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും. ഇത് പൊടിയായിട്ട് തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ഞാൻ വേറൊന്നും ചേർത്തിട്ടില്ല. പൊടിയായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ആ മീനിൻ്റെ മേലെ വന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. മീനിൻ്റെ 2 വശം തിരിച്ച് മറിച്ച് വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിതൊരു ഒരു വീഡിയോയിൽ യൂട്യൂബിൽ എപ്പോഴും ഞാൻ കണ്ടതാണ്. എന്നിട്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും മീൻ ഫ്രൈ വലിയ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ആ ബാക്കി ഉണ്ടായിരുന്ന പൊടിയുണ്ടല്ലോ, ആ പൊടിയെല്ലാം കൂടെ മിക്സാക്കി എന്നിട്ട് മീനിൻ്റെ ഓരോ കഷ്ണം അപ്പുറം മറിച്ചും തിരിച്ചു വിട്ടിട്ട് ഈ വിനാഗിരിയുടെ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അതിന് മേലെ ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും ആ മീൻ ഫ്രൈ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഇനിയിപ്പം മറ്റേ കൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഒരു 2 പിടി തേങ്ങ ഇട്ടു. അതിൻ്റെ അകത്തോട്ട് ജീരകം കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഇട്ട് ഒന്ന് കറക്കിയെടുക്കുക ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടാനിട്ടിട്ടുണ്ട്. അതുപോലെ അന്ന് ഞാൻ കാണിച്ചില്ലായിരുന്നു എൻ്റെ കറിവേപ്പില, അതിപ്പോൾ അത്യാവശ്യം ഉഷാറായി കേട്ടോ. അതിൻ്റെ താഴെ വളർന്നു വന്നത് വെള്ളക്കാന്താരി ഇല്ലേ, അതായിരുന്നു. അത് ഏത് ചീനിയാണ് വളർന്നു വന്നതെന്നുള്ളത് എനിക്ക് വലിയ ഉറപ്പില്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വറ്റൽമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും ഞാൻ വിത്ത് അതിൻ്റെ ചുവട്ടിലിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഈ പറിച്ചെടുത്ത കറിവേപ്പില കടുക് പൊട്ടിയതിൻ്റെ അകത്തോട്ടൊന്ന് ഇട്ടു. എന്നിട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വറ്റൽമുളക് ഒരു 2 ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയ വെളുത്തുള്ളിയാണ്. അതൊരു 4-5 കീറിയിട്ട്, ഇപ്പം ചെറിയ വെളുത്തുള്ളിയാണ് ഒരു 3-4 എടുത്തത്. കാരണം എനിക്ക് വെളുത്തുള്ളി നന്നായിട്ട് ആ മൊരിഞ്ഞ് വരുന്നതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റായിരിക്കും കറിക്ക്. പിന്നെ അതിൻ്റെ അകത്തോട്ടൊരു കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിന് പകരമായിട്ട് ചെറിയുള്ളി വേണേലും ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയാണ് ടേസ്റ്റ് ശരിക്കും. എന്നിട്ട് കുറച്ച് തേങ്ങയിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ കൂട്ടത്തിൽ മൂപ്പിച്ചെടുക്കുക. അത് ചെറുതായിട്ടൊന്ന് വറന്ന് വരുമല്ലേ, ആ ഒരു പരുവത്തിൽ തേങ്ങയൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങയും കൂടെ ഒന്ന് മൂത്ത് വന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടില്ലേ ആ മുതിരയും നമ്മുടെ വാഴയ്ക്കയും കൂടെ ഉള്ളത്, അത് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. അതിൻ്റെ അകത്തുള്ള വെള്ളം എല്ലാം കൂടെ ചേർത്തിട്ട് തന്നെ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇടാവേ. എന്നിട്ട് പിന്നെ തേങ്ങ നേരത്തെ അരച്ച് വെച്ചില്ലേ, തേങ്ങയും ജീരകവും, അതും കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കറിയായി. ഇത് ശരിക്കും നമ്മുടെ മുതിരയും കൂടെ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഹെൽത്ത് ബെനിഫിറ്റ് കൂടുതലാണല്ലോ. ഞാൻ ഇതുവരെ ഇങ്ങനെ ആക്കി നോക്കിയിട്ടില്ല, അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ആ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് റെഡിയാക്കി എടുക്കുവാണെങ്കിൽ അടിപൊളി ഒരു കൂട്ടുകറിയായി കേട്ടോ. പിന്നെ നമ്മളുടെ ചാനൽ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതൊന്ന് നമ്മുടെ കമൻറ്റിലൊന്ന് എഴുതുകയാണെങ്കിൽ എനിക്ക് അതനുസരിച്ച് എൻ്റെ വീഡിയോ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാമല്ലോ. അതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്യണേ. പിന്നെ നമ്മളുടെ മീനൊന്ന് നന്നായിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണയ്ക്കകത്ത് വറുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. 2 സൈഡ് മറിച്ചും തിരിച്ചിട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്